ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു ചീരത്തോരൻ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും കൂടിക്കോടി. ഈ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇല ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അല്പം വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളിയോളം ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മുട്ട ആവശ്യമുണ്ട്. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, അല്പം കടുക്. അപ്പോൾ നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. പാനിലേക്ക് ഓയിലൊഴിച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിലേക്ക് വെളുത്തുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് നന്നായി ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഒരുവിധം ചെറിയ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചപ്പ് മണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു 5 മിനിറ്റ് നമുക്ക് വളരെ കുറഞ്ഞ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറഞ്ഞ തീയിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ചീര റെഡിയായിട്ടുണ്ട്, ഒരു നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് ഒരു അല്പനേരം കൂടി ഒരു 2-3 മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം. നമ്മുടെ ചീര മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചീര മുട്ടത്തോരൻ എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുക. ബൈ.